Assalamu alaikum and welcome back to yet another brand new episode of Being Blue. So, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് ദ മോസ്റ്റ് അവൈറ്റഡ് ടീനേജ് സ്കിൻ കെയറിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് മോസ്റ്റ് അവൈറ്റഡ് എന്ന് പറയാൻ കാരണം ഞാൻ എപ്പം സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടീനേജിലുള്ള കുട്ടികൾ വന്നിട്ട് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്, ടീനേജ് സ്കിൻ കെയർ ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വെക്കേഷൻ ടൈമാണ്, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സ്കിൻ കെയർ ഒന്നും കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയ ടൈമാണ്, തീരാറായി. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിവേസ്, നിങ്ങൾക്ക് ഒന്നും കൂടെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിടാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് ഒട്ടും ലേറ്റ് ആകണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ നമ്മുടെ ടീനേജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമുക്ക് ഫേസിൽ ആക്നേസ് ഉണ്ടാവും, പിമ്പിൾസ് ഉണ്ടാവും, സ്കാർസ് വരും, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവും, പോർസ് അധികം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു ടൈമാണ്. കാരണം ദിസ് ഈസ് യുവർ സ്റ്റേജ് ഓഫ് അഡോളസൻസ്. അപ്പൊ നമ്മളെല്ലാവരും ആ ഫേസിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആക്നെ പ്രോൺ ആയിട്ടുള്ള ആൾ തന്നെയായിരുന്നു. ഇതൊക്കെ മാറി ഇപ്പോഴാണ് എനിക്കിപ്പോ ഒരു 26 ഇയേഴ്സ് ഓഫ് ഏജ് ആയി. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ക്ലിയർ സ്കിന്നിലേക്ക് പോകുന്നത്. അതും നമ്മൾ സ്കിൻ കെയർ കണ്ടിന്യൂസ്ലി ഇപ്പൊ 2-3 ഇയേഴ്സ് ആയിട്ട് മൈൻറ്റെയിൻ ചെയ്ത് പോരുന്നോണ്ടാണ്. ആർക്കും ഒരു ഡ്രമാറ്റിക്കൽ ആയിട്ടുള്ള ചേഞ്ച് ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മൈൻഡിലേക്ക് കൊടുക്കുക. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എല്ലാ സംഭവങ്ങളും ഇപ്പം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓവറായിട്ട് സ്കിൻ കെയർ ചെയ്ത് അതിനെ ഇറിറ്റേറ്റ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. കാരണം ഇപ്പത്തെ ഈ ഒരു ടീനേജ് സമയത്ത് ഉണ്ടാവുന്ന പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാണ്ടുള്ള ഒരുപാട് ക്രീംസ് യൂസ് ചെയ്യുന്ന കുട്ടികളെ എനിക്കറിയാം. ഒരുപാട് ക്രീമിന്റെ സജഷൻസ് ഇത് നല്ലതാണോ അത് നല്ലതാണോ എന്ന് വെച്ചിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് റിക്വസ്റ്റ് ടു ബി ഹോണസ്റ്റ് വരാറുണ്ട്. ഞാൻ അതിനൊന്നും റിപ്ലൈ ചെയ്യാറില്ല. കാരണം അങ്ങനത്തെ ക്രീംസ് ഒന്നും എനിക്ക് അറിയൂല്ല നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അതിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുമല്ല. സോ മിനിമൽ പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം സ്കിൻ കെയർ ഫോർ ടീനേജേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ടീനേജ് കാലഘട്ടത്തിൽ നമുക്ക് പിമ്പിൾസ് ഒക്കെ അങ്ങനെ വിസിബിൾ ആയിട്ട് വരാനുള്ള കാരണം നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിന്റെ മെഡിക്കൽ സൈഡിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, കാരണം എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടാ. പക്ഷെ അതാണ് ഒബ്വിയസ് ആയിട്ട് നമുക്ക് അങ്ങനെയുള്ള ആക്നെ ആൻഡ് പിമ്പിൾസ് വരാനുള്ള മെയിൻ റീസൺ. സോ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അതിൽ ഫസ്റ്റത്തെ തിങ് നമ്മൾ എപ്പോഴും മൈൻഡിൽ വെക്കേണ്ടത് റെഗുലർ ക്ലെൻസിങ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓൾവേസ് കീപ് യുവർ സ്കിൻ ക്ലീൻ എന്നുള്ള ഫാക്ടർ നമ്മൾ മറക്കാണ്ടിരിക്കുക. പൊതുവേ ഈ ഒരു ടീനേജിന്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഓയിലി ആയിരിക്കും. ഡ്രൈ എന്നുള്ളൊരു സ്റ്റേജ് കുറവാണ്, കൂടുതലും ഓയിലി ആയിട്ടായിരിക്കും ഫേസ് ഉണ്ടാവുക. സോ നമ്മൾ രാവിലെ ഒക്കെ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഫേസ് വാഷ് ചെയ്യുക. അതായത് ഒരു ക്ലെൻസർ വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. ക്ലെൻസർ നിങ്ങൾക്ക് ഡിഫറെന്റ് സ്കിൻ ടൈപ്പ് അനുസരിച്ച് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ടീനേജേഴ്സ് എന്നുള്ളത് കൊണ്ട് കോമൺലി ഓയിലി ആയിട്ടുള്ള ആൾക്കാരുടേതാണ് പറയുന്നത്. അങ്ങനെയാണ് കണ്ടുവരുന്നത് കൂടുതലായിട്ടും. സോ രാവിലെ തന്നെ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ തന്നെ ഒരുപാട് എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസും അങ്ങനത്തെ ആക്റ്റീവ്സ് ഒക്കെ വരുന്ന ക്ലെൻസേഴ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും യൂസ് ചെയ്യരുത്. എപ്പോഴും ഒരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ജെന്റിൽ ക്ലെൻസർ എന്നുള്ളതിൽ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ടു യൂസ് എപ്പോഴും എനിക്ക് സെറ്റഫിൽ തോന്നിയിട്ടുണ്ട്. സോ സെറ്റഫിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എല്ലാ റേഞ്ചസിലും പ്രൊഡക്ട്സ് വരുന്നതിനെ കൊണ്ട് സെറ്റഫിൽ ക്ലെൻസേഴ്സ് ആർ സേഫ് ടു യൂസ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ടോണേഴ്സ് ആണ്. ഈ ടോണേഴ്സ് മെയിൻ ആയിട്ട് പോർസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ പോയിട്ട് ഡേർട്ട്, ഇംപ്യൂരിറ്റീസ് അതൊക്കെ ഉണ്ടാവും. സോ അത് നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ വീണ്ടും കുരുവായിട്ട് പൊന്തി വരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നല്ല ടോണേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ടോണേഴ്സിൽ ഏത് പ്രൊഡക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്ലമ്മിന്റെ ഒക്കെ റൈസിൻ നയസിനമൈഡ് ടോണേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നെവർ ഡു സ്ക്രബിങ്. ലൈക്ക് ഭയങ്കരമായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ക്ലെൻസ് ഒന്നും ചെയ്യരുത്. കാരണം അത് നിങ്ങളുടെ ഓൾറെഡി സ്കിന്നിൽ ഉള്ള ഡാമേജിനെ ഒന്നും കൂടെ ഇറിറ്റേറ്റ് ചെയ്ത് ഉള്ള പ്രശ്നം വലുതാക്കിയേ ഉള്ളൂ. സോ ആക്നെ പ്രോൺ ആയിട്ടുള്ളവർക്ക് ഞാൻ ഒരു കൈൻഡ് ഓഫ് സ്ക്രബിങ്ങും സജസ്റ്റ് ചെയ്യുന്നില്ല.
പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു ഡൗട്ടാണ്, എപ്പോഴാണ് നമുക്ക് സിറംസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള ഡൗട്ട്സ് എനിക്ക് ഒരുവിധം എല്ലാ വീഡിയോസിന്റെ അടിയിലും ഞാൻ കാണാറുണ്ട്. അപ്പൊ സിറംസ് നിങ്ങൾക്ക് ഒരു 20+ ഒക്കെ ആവുമ്പോഴാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. കാരണം നിങ്ങളുടെ ആ ഒരു ടീനേജിന്റെ ടൈം എന്ന് പറയുന്നത് സ്കിൻ ഭയങ്കര ഡെലിക്കേറ്റ് ആയിരിക്കും. സോ എക്സസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസേജ് കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഏജിങ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് മാത്രല്ല രോമം അതൊക്കെ കൂടുതലായിട്ട് വരാനും ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. സോ അധികം സിറംസും അതുപോലെ തന്നെ ക്രീംസ്, ഫെയർനെസ് ക്രീംസ് യൂസ് ചെയ്യരുത്. ഓൾസോ ഒരുപാട് സ്റ്റിറോയിഡൽ കണ്ടന്റ് വരുന്ന കൈൻഡ് ഓഫ് സാധനങ്ങൾ യൂസ് ചെയ്യരുത്. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ടോണേഴ്സ് കഴിഞ്ഞു. ഇനി ടോണേഴ്സ് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് മോയ്സ്ചറൈസർ ആണ്. ഓൾറെഡി ഓയിലി ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ഉള്ളവര് വീണ്ടും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വലി മോയ്സ്ചറൈസേഴ്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനിയിപ്പം അങ്ങനെയല്ലല്ലോ ദീദി ആദ്യം പറഞ്ഞത് എന്നൊക്കെ പറയുന്നവർക്ക് മോയ്സ്ചറൈസേഴ്സ് ഇനി യൂസ് ചെയ്യണം നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇനി ഒരു ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഓൾവേസ് യൂസ് എ പാരബൻ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ നോക്കിയിട്ട് മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെഡിക്കേറ്റഡ് സൈറ്റിലോട്ട് പോയിട്ട് ട്രീറ്റ്മെന്റ്സ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ വിത്ത് യുവർ പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ മാത്രം നിങ്ങൾ മോയ്സ്ചറൈസർ എന്നുള്ളൊരു സാധനം യൂസ് ചെയ്യുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളിവിടെ മിനിമൽ പ്രോഡക്ട്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാരി വലിച്ച സാധനങ്ങൾ ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. മോയ്സ്ചറൈസേഴ്സ് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഓൾവേസ് യൂസ് എ പാരബൻ ഫ്രീ മോയ്സ്ചറൈസർ. പിന്നെയുള്ള എൻ്റെ ഒരു സജഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നല്ലത് നമ്മൾ ഈ മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് ഒഴിവാക്കിയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് കുറേയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് കടലമാവ് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യാം. എക്സസ് ആയിട്ട് ഓയിലി ഫേസ് ഉള്ളവർക്കൊക്കെ കടലമാവ് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് അത് വെച്ച് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ എപ്പോഴും ക്ലെൻസിങ്ങിന്റെ ഇമ്പോർട്ടൻസ് മറക്കാണ്ടിരിക്കുക. അതിപ്പോ ഈ കുറച്ച് ദിവസം മുന്നേയും കൂടെ എന്നോട് ഒരു കുട്ടി വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഫേസ് വാഷ് നമുക്ക് രാവിലെയും രാത്രിയല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 3 പ്രാവശ്യമായി പോവില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാൻ പറയാം, പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഫേസ് ക്ലീൻ ചെയ്യൽ മസ്റ്റ് ആൻഡ് ഷുഡ് ആണ്. കാരണം ഓൾറെഡി ഓയിലി ആൻഡ് പോഴ്സ് ഒക്കെ ഉള്ള നിങ്ങളുടെ ഫേസിൽ പുറത്തു പോയി കഴിഞ്ഞാൽ ഡേർട്ടും ഇംപ്യൂരിറ്റീസും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് വെച്ച് നിങ്ങൾ ഹോൾ ഡേ നടന്നിട്ട് നൈറ്റ് സ്കിൻ കെയർ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ പുറത്ത് പോയി വന്നേം പാടെ തന്നെ ക്ലെൻസിങ് മസ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പം ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം ചെയ്തത് പ്രശ്നമാവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാക്സിമം 2 times a day ആണ്. വീട്ടിലിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് 2 പ്രാവശ്യം മാത്രം ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. ഇനി അറ്റ്മോസ്റ്റ് നിങ്ങൾക്ക് പുറത്തു പോയി ഉള്ള കളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം വരെ യൂസ് ചെയ്യാം. ഫേസ് വാഷ് ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിലുള്ള ഇംപ്യൂരിറ്റീസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് നോർമൽ വാട്ടർ വെച്ചിട്ട്, അതിലിപ്പോൾ തണുത്ത വെള്ളം ഇങ്ങനത്തെ വെള്ളം ഒന്നുമില്ല, നോർമൽ വാട്ടർ വെച്ച് സ്പ്ലാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാണ്. അപ്പൊ എപ്പോഴും ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫേസ് വാഷ് എപ്പോഴെപ്പോഴും യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. മാക്സിമം ഒരു 3 to 4 times a day നിങ്ങൾക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാം. എക്സസീവ് ഓയിലി ആയിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. 3 to 4 times a day, അല്ലാത്തവർ 2 times മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി ഇതിൽ കൂടുതൽ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വെള്ളം സ്പ്ലാഷ് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ആക്കാവുന്നതാണ്. ഓക്കെ, സോ ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ഈ വീഡിയോയിൽ അധികം പ്രോഡക്ട്സ് ഒന്നും സജസ്റ്റ് ചെയ്യില്ല. അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് നമുക്ക് കറിവേപ്പില, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. അത് നമ്മൾ പേസ്റ്റ് പോലെ അരയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒന്നെങ്കിൽ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യാം. ചിലപ്പം കസ്തൂരി മഞ്ഞൾ എല്ലാവർക്കും എഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല, ചിലർ അലർജിക് ആയിരിക്കും. സോ അങ്ങനെയുള്ള കേസസിലാണെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളിന് പകരം തുളസിയില ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുഖത്ത് ഒരു 10 minutes വെച്ച് വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നുള്ള ഒരു സാധനമാണ് അരിപ്പൊടി. അരിമാവ് എടുത്തിട്ട് അതിലേക്കും നിങ്ങൾക്ക് മഞ്ഞൾ ആഡ് ചെയ്യാം. ഇനിയിപ്പോ മഞ്ഞൾ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അരിമാവ് മാത്രം നിങ്ങൾക്ക് മുഖത്തൊരു 10 minutes വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാലും അടിപൊളി ഒരു ക്ലെൻസർ ആണ് ഈ ഒരു അരിമാവ് എന്ന് പറഞ്ഞ സാധനം. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഈ ഒരു 2 മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും റിവ്യൂ പറയാട്ടോ.
പിന്നുള്ളൊരു ഡൗട്ടാണ് നമുക്ക് സൺസ്ക്രീൻ ഏത് ഏജ് മുതലാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സൺസ്ക്രീൻ നോർമലി നിങ്ങൾക്കൊരു 16 ഏജ് മുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 16 അണ്ടറിലോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. 16 to 17 മുകളിലേക്ക് നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അതിലെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരും എപ്പോഴും ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഡ്രൈ സ്കിൻ ഉള്ളവർ എപ്പോഴും ഒരു ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട് ആൻഡ് കീ, ഐ മീൻ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതിൽ ഡോട്ട് ആൻഡ് കീ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ സെറ്റഫിലിന്റെ പ്രോഡക്ട്സ് നല്ലതാണ്, SPF വരുന്നത്. സോ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് സജഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമലിസ്റ്റ്, അതുപോലെ തന്നെ ന്യൂട്രിജീന, റിക്വിലിന്റെ ഒക്കെ പ്രോഡക്ട്സ് വളരെ ബിഗിനർ ഫ്രണ്ട്ലിയും ആണ്, അഫോർഡബിളും ആണ്, നല്ലതുമാണ്. സോ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിൽ കുറെ സജഷൻസ് എന്നോട് ചോദിച്ചിരുന്നു കുട്ടികൾ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രൊഡക്ട്സ് ആയിട്ട് പറഞ്ഞത്. സോ അപ്പൊ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയാം. ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നൈറ്റ് ക്രീംസും നൈറ്റ് സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് നൈറ്റ് ക്രീംസ് ഇങ്ങനെ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എല്ലാം കൂടെ വാരി വെച്ച് തേക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സോ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മൾ എപ്പോഴും കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്ട്സിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ട്രൈ ചെയ്യുക. കാരണം നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഒരു pH ഉണ്ട്. സോ അതിൽ വേരിയേഷൻ വരുമ്പം നമ്മളെ സ്കിന്നിന്റെ ടെക്സ്ചറും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾ സ്വിച്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രോബ്ലം വേഴ്സ് ആവാനേ ചാൻസസ് ഉള്ളൂ. സോ എപ്പോഴും ഒരു സെറ്റ് ഓഫ് പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ഇനി ഇതൊന്നും കൂടാണ്ട് നമ്മൾ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഫുഡിന്റെ കാര്യമൊക്കെ. ഫുഡ് എന്ന് പറയുമ്പം നമ്മൾ എപ്പോഴും ഒരു ഹെൽത്തി ഡയറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യുക. അതായത് നിങ്ങളുടെ മീൽസ് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരായിരിക്കും അധികം പേരും, ലൈക്ക് സ്കൂൾ, ട്യൂഷൻ, കോളേജൊക്കെ പോകുന്നവർ. എൻ്റെ ടൈപ്പിലാണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് സ്കിപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. സോ അത് ചെയ്യാണ്ടിരിക്കുക. അതും നിങ്ങളുടെ സ്കിന്നിനെ നന്നായിട്ട് എഫക്ട് ചെയ്യും. ലൈക്ക് നമ്മളെ ബോഡിയിൽ എന്താണോ അതാണ് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. സോ എപ്പോഴും ഒരു ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ എപ്പോഴും കീപ് യുവർ ബോഡി ഹൈഡ്രേറ്റഡ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരു 1 to 1.5 liters എങ്കിലും വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഐ മീൻ ട്രൈ ചെയ്ത് തുടങ്ങുക. നിങ്ങൾ തുടങ്ങിയാലാണ് പിന്നെ അത് ഇംപ്രൂവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാനെങ്കിലും ട്രൈ ചെയ്യുക. പിന്നുള്ളൊരു സംഗതിയാണ് ഉറക്കം എന്ന് പറയുന്നത്. അത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് എനിക്കറിയാം. ലൈക്ക് ഉഴപ്പുന്ന സാധനമാണ്. എല്ലാവരും ലേറ്റ് ആയിട്ട് കിടക്കുന്നവരായിരിക്കും, ലേറ്റ് ആയിട്ട് എണീക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ലേറ്റ് ആയി കിടന്നിട്ട് നേരത്തെ എണീക്കുന്നവരുണ്ടാവും. സോ അതൊക്കെ നമ്മുടെ റുട്ടീനെ ഇംബാലൻസ് ചെയ്യിപ്പിക്കുന്നതിനെ കൊണ്ട് തന്നെ അതൊക്കെ ബോഡിയിൽ റിഫ്ലക്ട് ചെയ്യും. സോ ഒരു ഹെൽത്തി സൈക്കിൾ ഓഫ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടി എപ്പോഴും നോക്കുക. സോ ഇത്രമാത്രം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കൊരു ഹെൽത്തി സ്കിൻ കെയർ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, സ്പെഷ്യലി ഫോർ ടീനേജേഴ്സ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കുറച്ചെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുക. നമുക്കറിയാലോ ചേഞ്ചസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ ഇത്രേ എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ടീനേജ് സ്കിൻ കെയറിനെ പറ്റി പറയാനുള്ളൂ. സോ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡു കമന്റ് ബിലോ. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് എവറിഥിങ് ഇസ് ക്രിസ്പ് ആൻഡ് ക്ലിയർ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ സേ ഓൾവേസ് നോ ടു ക്രീംസ്, സീറംസ് ആൻഡ് ഓവർ പ്രൊഡക്ട്സ്. നിങ്ങളെ ഈ ഒരു ടീനേജ് ഏജിൽ മിനിമൽ ആയിട്ട് നമുക്ക് സ്കിൻ കെയർ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്ഡ്. സോ ഇനി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ, ഇൻഫോർമേറ്റീവ് ആണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എന്തായാലും എന്നെ അറിയിക്കാം. അപ്പൊ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ. സോ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനും ആരും മറന്നു പോകരുത്. I'll see you all soon in the other video. Until then, stay tuned. I love you all. Thank you for watching. Lots of love. Bye.